18ാം ലോക്സഭയുടെ സീറ്റ് ക്രമീകരണങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രധാന സീറ്റ് നിലനിർത്തുകയും പുതുതായി സ്ഥാനമേറ്റ വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി 4ാം നിരയിൽ ഇടം നേടുകയും ചെയ്തു. പ്രധാനമന്ത്രി മോദിയുടെ സീറ്റ് നമ്പറിൽ മാറ്റമില്ല, ഒന്നിൽ തന്നെയാണ് മോദി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും യഥാക്രമം 2, 3 സീറ്റുകളിൽ ഇരിക്കും. നേരത്തെ സർക്കുലറിൽ സീറ്റ് നമ്പർ 58ലേക്ക് നിയോഗിക്കപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തിങ്കളാഴ്ച പുതുക്കിയ സിറ്റിംഗ് ലിസ്റ്റ് നൽകിയതിനു ശേഷം ഇപ്പോൾ സീറ്റ് നമ്പർ 4ലേക്ക് വീണ്ടും തിരിച്ചെത്തി. നവംബർ 29ലെ സർക്കുലറിൽ 4, 5 സീറ്റുകൾ ആദ്യം ഒഴിഞ്ഞു കിടന്നിരുന്നുവെങ്കിലും പുതിയ നിർദ്ദേശത്തിൽ പുതുക്കുകയായിരുന്നു ഇത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ ഉന്നത മന്ത്രിമാരുടെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷത്തിന്റെ മുതിർന്ന നേതാക്കൾ മുൻനിരയിൽ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 498ാം സീറ്റിലും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് 355ാം സീറ്റിലും തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്സഭാ നേതാവ് സുദീപ് ബന്ദോപാധ്യായ സീറ്റ് നമ്പർ 354ലും ഇരിക്കും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 497ാം സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ അരികിലുണ്ടാകും. ഇത് പാർട്ടിയുടെ മുൻനിര പ്രാതിനിധ്യത്തെ ശക്തിപ്പെടുത്തും. ഫൈസാബാദിൽ നിന്നുള്ള ലോക്സഭാ വിജയത്തിനു ശേഷം അഖിലേഷ് യാദവ് ഉയർത്തിക്കാട്ടുന്ന SP MP അവധേഷ് പ്രസാദിനെ 2ാം നിരയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സീറ്റ് നമ്പർ 357ൽ ഡിംപിൾ യാദവിനൊപ്പം 358ാം സീറ്റിലിരിക്കും. തൃണമൂൽ കോൺഗ്രസിനെയും SP-യെയും പ്രതിനിധീകരിക്കുന്നതിൽ മുൻനിരയിൽ ഓരോ നേതാക്കളാണുള്ളത്. വയനാട് MP-യായി സത്യപ്രതിജ്ഞ ചെയ്ത കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വദ്രയ്ക്ക് 4ാം നിരയിലാണ് ഇരിപ്പിടം നൽകിയിരിക്കുന്നത്. അവർ 517ാം നമ്പർ സീറ്റിലിരിക്കും. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാരായ അടൂർ പ്രകാശ്, ആസാമിൽ നിന്നുള്ള പ്രദ്യുത് ബോർഡോലായ് എന്നിവരോടൊപ്പമാണ് അവരുടെ ഇരിപ്പിടം. അതേസമയം 2 ദിവസം മുൻപാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP-യായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത്. രാഹുൽ ഗാന്ധി പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ മണ്ഡലത്തിൽ പ്രിയങ്കയെ കാത്ത് വെല്ലുവിളികൾ ഏറെയാണ്. റായ്ബറേലി മണ്ഡലത്തിലെ MP സ്ഥാനം നിലനിർത്താൻ വേണ്ടിയാണ് നേരത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനം രാജിവെച്ചത്. ഇതോടെ വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ K മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ പേര് പരിഗണനയിൽ വന്നുവെങ്കിലും പിന്നീട് പ്രിയങ്കയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് പ്രിയങ്കയുടെ പേര് തന്നെ സംസ്ഥാന നേതൃത്വവും അംഗീകരിച്ചതോടെ തന്റെ കന്നി അംഗം മലയോര പ്രദേശമായ മണ്ഡലത്തിൽ നിന്നാകാൻ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള പെൺതരി സമ്മതം മൂളുകയായിരുന്നു. ഉപതിരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞുവെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ മറികടന്ന് 4 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി പ്രിയങ്ക ജയിച്ചു കയറി. എങ്കിലും പ്രിയങ്കയ്ക്ക് മുൻപിൽ ഇനിയും ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുണ്ട്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം തന്നെയാണ് പ്രധാനമായും പ്രിയങ്കയെ കാത്തിരിക്കുന്ന വെല്ലുവിളി. ദുരന്തത്തിൽ കേന്ദ്ര സഹായം എത്തിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമോ എന്നാണ് ദുരന്തബാധിതർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ കേന്ദ്രം അറിയിച്ചതാണിത്. മാത്രമല്ല, ദുരന്ത നിവാരണ ഫണ്ട് കൂടാതെ അധിക സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇവിടെ പ്രിയങ്കയുടെ ഇടപെടൽ ഏത് രീതിയിലാകുമെന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇതിനു പുറമെ ബന്ദിപ്പൂർ വഴിയുള്ള രാത്രി യാത്രാ നിരോധനം നീക്കുന്നതിൽ പ്രിയങ്കയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും വോട്ടർമാർ ഉയർത്തുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൽ ഈ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞാൽ നിരോധനത്തിൽ ചെറിയ തോതിലെങ്കിലും ഇളവുണ്ടാകുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ.